പിഒന്ന് രാവിലെ 6 മണിക്ക് കയറിയ കാസ ബസ്സിലാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കൽപ്പേന്ന് റോഗി പോയി അതെല്ലാം കണ്ട് തിരിച്ച് പിഒയിലേക്ക് വന്നു. പിഒന്ന് കാസയിലോട്ടുള്ള ബസ് രാവിലെ 6 മണിയാകുമ്പോൾ എടുക്കും. ഈ 6 മണിക്ക് പോകുന്ന വണ്ടിയിൽ നമുക്ക് സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 5 മണിയെങ്കിലും ആകുമ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് ക്യൂ നിന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. കാരണം ഇവിടെ റിസർവേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് സീറ്റ് ബുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ വന്ന് ഇച്ചിരി താമസിച്ചായതുകൊണ്ട് തന്നെ എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയല്ലോ കേട്ടോ ബസ്സിൽ. പിഒന്ന് 220 കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ കാസയിലേക്ക് പോകാൻ. എന്റെ യാത്രകളിൽ ഞാൻ കൂടുതലായിട്ടും ഈ എത്തിച്ചേരുന്ന സ്ഥലത്തെ കഴിഞ്ഞും അങ്ങോട്ടേക്കുള്ള യാത്രയാണ് കേട്ടോ കൂടുതലായിട്ട് എൻജോയ് ചെയ്യുന്നത്. രാവിലെ 6:30 കഴിഞ്ഞപ്പോഴത്തേക്കും കാസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വണ്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തി. ഒരു 2 സമൂസ മാത്രം ഞാൻ അവിടുന്ന് കഴിച്ചുള്ളൂ. പൈസ കൊടുത്ത് തിരിച്ചു പോകുന്ന നേരമാണ് ദണ്ട് ഈ തണുത്തിറങ്ങിയിരിക്കുന്ന ഈ ജിലേബി കാണുന്നു കേട്ടോ. കണ്ടാലേറിയാൻ തണുത്ത് ശോകമായിട്ടിരിക്കുവാണെന്ന്. പക്ഷെ എന്നാ നിറത്തിൽ ഇത് കണ്ടപ്പോൾ രാവിലെ മധുരം കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് അത് വാങ്ങിച്ചു കഴിച്ചു കേട്ടോ. ഇനി അങ്ങോട്ടുള്ള 8 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഈ ബസ്സിലാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ബസ് ഇതുപോലെ കുറച്ചെടുത്ത് നിർത്തുവേ. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മലമോളിൽ നിന്ന് വരുന്ന നല്ല വൃത്തിയുള്ള വെള്ളം ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ അവർ ബോട്ടിലിനകത്ത് ശേഖരിക്കുന്നതാണ് കേട്ടോ. പിന്നെ യാത്ര തുടർന്നു. ഒരു 12 മണി കഴിഞ്ഞപ്പോഴത്തേനും ഹർലിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ലഞ്ച് കഴിക്കാനായിട്ട് നിർത്തി. ഈ ടിബറ്റിൽ ചൈന ഇഷ്യൂ ഉണ്ടാക്കിയ സമയത്ത് അവിടുന്ന് ഇന്ത്യയിലേക്ക് അഭയം തേടി വന്നവർ ഒരുമിച്ച് താമസിച്ച് ഉണ്ടായ ഒരു ടൗൺ ആണ് കേട്ടോ ഇത്. ഒരു 50 താഴെ വീടുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. എല്ലാം ടിബറ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ടിബറ്റൻ ഭക്ഷണമൊക്കെ ഇവിടുന്ന് കിട്ടും. അങ്ങനെ 8 മണിക്കൂർ എടുത്ത അത്യാവശ്യം നല്ല ലോങ് യാത്രയ്ക്ക് ശേഷം കാസയിൽ ബസ് വന്ന് നിർത്തി. പിഒയെ അപേക്ഷിച്ച് നല്ല ആൾട്ടിറ്റ്യൂഡ് ഹൈറ്റിലാണ് കാസ ടൗൺ ഉള്ളത്. ഇന്ന് നമ്മൾ കാസയിൽ അധികം ചെലവഴിക്കുന്നില്ല. ഇവിടെ നിന്ന് 5 മണിക്ക് വരുന്ന ബസ്സിൽ നമുക്ക് മുദ്ദു വില്ലേജിലേക്ക് പോകണം. അങ്ങോട്ടുള്ള കാഴ്ച നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.